കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നികേഷും കൂടെ ഗായത്രീൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഗായത്രിയുടെ ഫ്രണ്ട്സ് ഉണ്ടാകും. അങ്ങനെ നിധി ചോദിക്കും ഗായത്രി എവിടെയെന്ന്. ആ സമയത്ത് ഗായത്രിയുടെ ഫ്രണ്ട്സ് പറയും ഗായത്രി ഒരുപാട് നേരമായിട്ട് കതകടച്ച് റൂമിൽ തന്നെ ഇരിപ്പാണെന്ന് പറയും. അങ്ങനെ നിധി ചെന്ന് ഗായത്രിയുടെ മുറിയുടെ വാതിലിന് മുട്ടുന്നുണ്ട്. ആ സമയത്ത് ഗായത്രി കരഞ്ഞുകൊണ്ട് ചോദിക്കും ആരാണെന്ന്. ആ സമയത്ത് നിധി പറയും ഒന്ന് കതക് തുറക്കാമോ എന്ന് പറയും. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഗായത്രി പറയും ഇങ്ങ് അകത്തോട്ടേക്ക് പോന്നോളൂ എന്ന് പറയണേ. അങ്ങനെ നിധി ഗായത്രിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരിക്കും ഗായത്രി. നിധി പറയും കരയാതെ ഇരിക്കുക ഗായത്രി എന്ന് പറയണം. നിധി ഗായത്രിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് നിധി ഗായത്രിക്ക് വെള്ളം കൊടുക്കും. ഗായത്രിക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് ഗായത്രി പറയും എനിക്ക് വേണ്ടെന്ന്. പക്ഷെ നിധി നിർബന്ധിച്ചുകൊണ്ട് ഗായത്രിയും കൊണ്ട് വെള്ളം കുടിപ്പിക്കും. മോൾ ഇത്രമാത്രം സങ്കടപ്പെടാൻ കാരണം സുധീഷാണെന്ന് പറയും. ഞാൻ സുധീഷിൻ്റെ വൈഫാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി എന്ന് പറയണേ ഗായത്രിയോട്. ഇത് കേൾക്കുന്ന ഗായത്രി പിന്നെയും കരയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മോൾക്ക് സങ്കടം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ സമയത്ത് നിധി പറയുന്നുണ്ട് ഇതെല്ലാം സുധീഷ് മോളോട് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. മോളോട് ഇതിനെക്കുറിച്ച് പറയാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ സുധീഷ് ആ രീതിയിലൊന്നല്ല മോളോട് സംസാരിച്ചത്. മോള് നികേഷിനോട് പറഞ്ഞില്ലേ സുധീഷിനോട് സംസാരിക്കണം എന്ന്. അങ്ങനെയാണ് സുധീഷ് മോളോട് സംസാരിച്ചത്. സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് സംസാരിച്ചത്. മോൾ അത് സീരിയസ് ആയി എടുത്തു. ആ സമയത്തെങ്കിലും സുധീഷ് കല്യാണം കഴിഞ്ഞ കാര്യം മോളോട് പറയാമായിരുന്നു. പക്ഷെ സുധീഷ് അത് ചെയ്തില്ല. അത് തെറ്റാണ്. അതുകൊണ്ടാണ് മോൾക്ക് ഇത്രമാത്രം സങ്കടം. അപ്പോഴും ഗായത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിധി ചോദിക്കും ഞാൻ ചോദിക്കുന്നതിനൊക്കെ മോള് മറുപടി പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും പറയാമെന്ന്. ആ സമയത്ത് ഗായത്രി ചോദിക്കും സുധീഷിനെ എത്ര നാൾ കൊണ്ട് അറിയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും ഏകദേശം ഒരു 2 മാസം കൊണ്ട് എന്ന് പറയണേ. ആ സമയത്ത് നിധി പറയും ഈ 2 മാസം കൊണ്ട് കണ്ട ആളെ ആണോ നീ ഇഷ്ടപ്പെട്ടതും? നീ ഫ്രണ്ട്സിനെ എല്ലാം സങ്കടപ്പെടുത്തി മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നിനക്കറിയോ? അതും ഈ 2 മാസം കണ്ട സുധീഷിന് വേണ്ടിയിട്ട്. നിധി പറയും മോൾ ഇനി കരയാതെ നിൽക്ക്. മോൾക്ക് സത്യത്തിൽ സുധീഷിനെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം മോൾ അറിയില്ലായിരുന്നു. മോൾക്ക് സുധീഷിനെ കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ അറിയോ ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും അറിയാം. അവർ നല്ലപോലെ സംസാരിക്കും. നല്ല ചിരിയാണ്. എപ്പോഴും സന്തോഷമായിരിക്കും. ഗായത്രി പറയും ഞാൻ അവരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. ഞാൻ എൻ്റെ ഫോൺ അവരുടെ കാറിൽ വെച്ച് മറന്നു. ആ സമയത്ത് അവർ എനിക്ക് എൻ്റെ ഫോൺ തിരികെ തന്നു. അപ്പോൾ അവർ നല്ല ആളാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം കൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. സമയത്ത് നിധി പറയുന്നുണ്ട് എനിക്ക് മോളെ മനസ്സിലാകും. ഒരുപാട് സമയത്ത് നമ്മളെ ഒരാൾ സഹായിച്ചാൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അവർ കല്യാണം കഴിക്കണം ലവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. മോളോട് സുധീഷ് ഒന്നും പറയാത്തത് വളരെ തെറ്റാണ്. അതുകൊണ്ട് മോളോട് ഞാൻ സോറി ചോദിക്കുന്നു. പിന്നീട് നിധി ഗായത്രിയോട് ചോദിക്കും മോളുടെ വീട് എവിടെയാണെന്ന്. ആ സമയത്ത് ഗായത്രി പറയും എൻ്റെ വീട് തിരുവനന്തപുരത്താണെന്ന്. അപ്പോൾ നിധിയും പറയും എൻ്റെ വീടും തിരുവനന്തപുരത്താണ്. നല്ല സ്ഥലമാണ് അല്ലേ എന്ന് ചോദിക്കണേ. ആ സമയത്ത് ഗായത്രി പറയും നല്ല സ്ഥലമാണ്. മോൾക്ക് ബീച്ചൊക്കെ ഇഷ്ടമാണോ ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും എനിക്ക് ബീച്ച് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് കുറേ നേരം ബീച്ചിൽ നിന്നാൽ എൻ്റെ മുഖമൊക്കെ ടാൻ അടിക്കും. കേൾക്കുന്ന നിധി ചിരിക്കുന്നുണ്ട്. പിന്നീട് നിധി പറയും ഇനി ആരെ ലവ് ചെയ്യാൻ നിന്നാലും ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ലവ് ചെയ്താൽ മതി. അവരെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം. ഇങ്ങനെ ഗായത്രി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയും ഇനി എൻ്റെ ഹസ്ബൻഡിനെ പോലെ വല്ല ഫ്രോഡുകളൊന്നും ഇനി സ്നേഹിക്കരുത്. ഗായത്രി ചോദിക്കും നിങ്ങൾ കതകിന് മുട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ നിധി പറയും ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. അപ്പോൾ നിധി ചോദിക്കും എന്തേ പോരണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും വേണ്ട. നിധിയോട് ചോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന്. അപ്പോൾ നിധി പറയും ചോദിച്ചോ എന്ന്. അങ്ങനെ ഗായത്രി ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് ദേഷ്യമില്ലേ? അപ്പോൾ നിധി പറയും മോളോട് ഞാനിപ്പോൾ നല്ല സ്നേഹത്തിൽ സംസാരിച്ചില്ലേ അതുപോലെ ഞാൻ സംസാരിക്കും. കുറച്ച് കൊഞ്ചിയൊക്കെ സംസാരിക്കും. അങ്ങനെ ഗായത്രി നിധിയോട് സോറി ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും
എന്നോട് എന്തിനാ മോള് സോറി ചോദിക്കുന്നത്? എന്നോട് സോറി ചോദിക്കേണ്ടത് സുധീഷല്ലേ. ഇനി മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോളിങ്ങനെ കഥകടച്ച് ഇരിക്കരുത്. ഇപ്പം കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാവരും ടെൻഷനായത്. ഞാൻ ഇതുപോലെയൊന്നും നടക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് സോറി എന്ന് പറയാണ് ഗായത്രി. മോള് ഫുഡ് കഴിച്ചോ ചോദിക്കുകയാണ്. ഗായത്രി പറയില്ല. അപ്പോൾ നിധി പറയും ഞാൻ ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഗായത്രി പറയും വേണ്ട ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറയും. പിന്നീട് നിധി പറയും അത് വേണ്ട മോളെ ഞാൻ ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഫുഡ് ഓർഡർ ചെയ്യണം. അങ്ങനെ നിധി ചോദിക്കും ഗായത്രിയോട് ഇനി ഞാൻ പോയി കതക് തുറക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും തുറന്നോളൂ എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറയാണ്. അങ്ങനെ നിധി പുറത്തോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ഗായത്രിയുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. അതിന് നിധി ചോദിക്കും എവിടെ നികേഷ്? ഇങ്ങനെ ഗായത്രിയുടെ ഫ്രണ്ട്സ് നികേഷിനെ ചെന്ന് വിളിച്ച ശേഷം നികേഷ് അകത്തോട്ടേക്ക് വന്നതിന് ശേഷം നിധിയോട് ചോദിക്കും എന്താ എപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗായത്രി വരും. അങ്ങനെ നിധി പറയും ഇതാണ് നികേഷ് എന്ന് പറയാണ്. അറിയോ ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും അറിയാമെന്ന്. അപ്പോൾ നികേഷ് എന്നെ മനസ്സിൽ കരുതാണ് എൻ്റെ കയ്യിൽ നിന്നാണല്ലോ സുധീഷേട്ടൻ്റെ നമ്പർ വാങ്ങിച്ചെടുത്തത്. അങ്ങനെ നിധിയും നികേഷും വീട്ടിൽ നിന്നും പോരുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇതിൻ്റെ ബാക്കി കേൾക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി.